ഫ്രണ്ട്സ്, സോ BCOC 137ൻ്റെ ലാസ്റ്റ് വൺ ഷോട്ട് പാർട്ടാണിത്. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും തീർക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ ആൻസർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ഈ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ടൈം കൺസ്യൂം ആവുന്നുണ്ട്. സോ നിങ്ങളൊന്ന് ആലോചിക്കാനാണ് അതിലുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് എനിക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നത് ഈ ചുരുങ്ങിയ ടൈമിൽ പോസിബിൾ അല്ല. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യനും കൂടി ഒന്ന് വായിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പിന്നത്തെ കാര്യം ഞാനിപ്പോൾ ഈ പറയണ മാത്രം വരുമോ എന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം. ഞാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രീവിയസ് ഇയറിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ചാൻസ് ഉള്ള പിന്നെ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് ഷെയർ നമുക്ക് നോക്കാം. പ്രിഫറൻസ് ഷെയറിൽ മെയിനായിട്ട് അതിൻ്റെ കണ്ടീഷൻ, പ്രിഫറൻസ് ഷെയർ റിഡംഷൻ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് ആണ് വരാറ്. പക്ഷേ നമ്മളൊരു സാധനം പഠിക്കുമ്പോൾ ആ പ്രിഫറൻസ് ഷെയറിനെ കുറിച്ച് കൂടി പഠിക്കണം. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിഫറൻസ് ഷെയർസ് ആർ ടൈപ്പ് ഓഫ് ഷെയർ. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഷെയർ ആണ് ദാറ്റ് പ്രൊവൈഡ് ദ ഹോൾഡർ വിത്ത് എ ഫിക്സഡ് ഡിവിഡൻഡ് ആൻഡ് പ്രയോറിറ്റി ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫോർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ഡ്യൂറിംഗ് വൈൻഡ് അപ്പ്. സംഭവം എന്താണ് അപ്പോൾ? ഓക്കെ, അതായത് എന്താ ഇതൊരു ഷെയർ തന്നെയാണ്, ഇക്വിറ്റി ഷെയർ ഒക്കെ പോലെ തന്നെ ഷെയർ തന്നെ. ഡിവിഡൻഡ് ആണ് ഇതിന് പകരമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. കാര്യങ്ങളുണ്ട്. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ എന്താ ഇത്തിരി കണ്ടീഷൻസ് പാലിക്കേണ്ടതുണ്ട്. കമ്പനി 2030 സെക്ഷൻ 15(5) അതൊന്നും പഠിച്ചില്ലല്ലോ. എന്താ ഈ കണ്ടീഷൻസ് എങ്കിലും പഠിച്ചിട്ട് പോകുക. ഓക്കെ, അപ്പോൾ മെയിൻ കണ്ടീഷൻസ് എന്താണ്? ഓതറൈസേഷൻ ഇൻ ആർട്ടിക്കൽ ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കൽ ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്തിട്ടുണ്ടാകും. കമ്പനി മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കൽ ഓഫ് അസോസിയേഷൻ ടു റിഡീം പ്രിഫറൻസ് ഷെയർ. ഇഫ് നോട്ട് മെൻഷൻ ആർട്ടിക്കൽ ഷുഡ് ഫസ്റ്റ് ബി അമെൻഡഡ്. അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ത് ചെയ്യണം? ആർട്ടിക്കൽ അമെൻഡ് ചെയ്യണം. ഇനി ഫുള്ളി പെയ്ഡപ്പ് ഷെയർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഫുള്ളി പെയ്ഡപ്പ് ഷെയർ ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിഡീം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓൺലി ഫുള്ളി പെയ്ഡപ്പ് ഷെയർ can be redeemed if shares are partially paid up. ഷെയർ പാർഷ്യലി പെയ്ഡപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം. പാർഷ്യലി പെയ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അല്ലെങ്കിൽ അത് കണ്ടവർക്കാണ് ഇപ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും കത്തും. അപ്പോൾ ഫസ്റ്റ് എന്താ? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ്. അത് ഇനെന്താ? ഫസ്റ്റ് കോൾ ഫൈനൽ കോൾ എന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോൾ വരെയും ചെയ്തു, ഫൈനൽ കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഫൈനൽ കോളിൻ്റെ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്താക്കാം? അതിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ സാധിക്കും. ഇനി റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഫ്രഷ് ഇഷ്യൂ. നമുക്ക് പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ടും അതുപോലെ ഫ്രഷ് ഇഷ്യൂ ചെയ്ത് അതിൻ്റെ പ്രൊസീഡ്സ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? പ്രിഫറൻസ് ഷെയർ തിരിച്ച് ബൈബാക്ക് അല്ലാതെ റിഡീം ചെയ്യാം, റിഡംഷൻ ചെയ്യാം, അതായത് റീപർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിവിഡൻഡ്. പ്രോഫിറ്റ് മസ്റ്റ് ബി യൂസ്ഡ് മസ്റ്റ് ബി ഫ്രീ റിസർവ് യൂസ് ചെയ്യണം. ദി സെയിം എമൗണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് റിഡംഷൻ ചെയ്യാൻ പറ്റുന്ന ഫണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാം. അതായത് ഫ്രീ റിസർവിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? റിഡീം ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രീ റിസർവിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെയിം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഫ്രഷ് ഇഷ്യൂ, എന്തെങ്കിലും ഷെയർ പുതിയതായിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ദി കമ്പനി മേ ഇഷ്യൂ ന്യൂ ഇക്വിറ്റി ഷെയർസ് ആൻഡ് യൂസ് ദ പ്രൊസീഡ്സ് ഓഫ് ദി റിഡീം പ്രിഫറൻസ് ഷെയർ. അതായത് എന്താ? ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഇക്വിറ്റി ഷെയർ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ് വെച്ചിട്ട് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ടാവും? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് വേണ്ട, നോട്ട് റിക്വയർഡ്. ഇനി ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, അത് ഔട്ട് ഓഫ് ദി പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണം? CRR ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ദി റിസർവ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്, നോട്ട് ഫോർ പേയിങ് ഡിവിഡൻഡ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഫണ്ടില്ലേ, അത് എന്ത് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ? ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കേസ് കംപ്ലീറ്റ് ആയി.
അപ്പോൾ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസ് കഴിഞ്ഞില്ലേ, ഏകദേശം കത്തിയുണ്ടാവും. ഇനിയിപ്പോൾ കത്തിയില്ല, ഇത് പഠിച്ചിട്ട് പോകാമെന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ചുരുങ്ങിയ നേരം കൊണ്ട് എനിക്ക് ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനേ പറ്റുള്ളൂ. ഓക്കെ, അതിനൊരു ടൈമേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നത് ചിലപ്പോൾ അതിന് തന്നെ നമുക്ക് ഫുള്ള് പറയാൻ നിന്ന് ഏകദേശം 1 മണിക്കൂറിൻ്റെ മേളിൽ അതിന് വേണ്ടി വരും. അപ്പോൾ ഇതിനാണ് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ എല്ലാം പഠിക്കുക. നിങ്ങളിപ്പോൾ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് പോയി പഠിച്ച് ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അഡ്വാൻസ്ഡ് സ്റ്റഡീസിലോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ആദ്യം തന്നെ പഠിച്ച് പോകാനൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ ബാക്ക് നമ്മൾ പഠിക്കണം. വേറെ ബൈ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഓൺ ഷെയർസിൽ നമ്മൾ ഇഷ്യൂ ചെയ്തേക്കണ ഓൺ ഷെയർസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക്കിലോട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യും, ശരിയല്ലേ? ആ ഷെയർ ഇവർ എന്ത് ചെയ്യുകയാണ്, റീപർച്ചേസ് ചെയ്യുകയാണ്. ഓൺ ഷെയർസ് എന്ത് ചെയ്യും, ഇവർ തന്നെ പർച്ചേസ് ചെയ്യും. ഓക്കെ, കമ്പനി എയ്തർ ഫ്രം ഫ്രീ റിസർവ് സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർ ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബൈ ബാക്ക് ചെയ്യാൻ സാധിക്കും ആണ് പറയണത്. ഓക്കെ, ബൈ ബാക്ക് എന്ന് പറഞ്ഞപ്പോൾ സിമ്പിളി എന്താ, പർച്ചേസിങ് ആണ്. നമ്മുടെ സ്വന്തം ഷെയർ തന്നെ നമ്മൾ റീപർച്ചേസ് ചെയ്തതിനെയാണ് എന്ത് പറയുന്നത്, ബൈ ബാക്ക് എന്ന് പറയണത്. അപ്പോൾ ഇതിലും എന്താണ് ഇമ്പോർട്ടൻറ്റ്, പ്രിഫറൻസ് ഷെയർ പോലെ കണ്ടീഷൻസ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇത് 1 ആണ്, ഇത് 1 എന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി ഓതറൈസ്ഡ് ബൈ ബാക്ക് ഓഫ് ഷെയർ. ബൈ ബാക്ക് ഓഫ് ഷെയറിന് എന്താ, ഓതറൈസ് ചെയ്തിരിക്കണം. നേരത്തെ നമ്മൾ പ്രിഫറൻസ് ഷെയറിന് പറഞ്ഞ സെയിം പോയിന്റ്. അതുപോലെ ഇവിടെ നോക്കേണ്ട ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടാവണം ജനറൽ മീറ്റിങ്ങിൽ. ഓക്കെ, ബൈ ബാക്ക് ഓഫ് ഷെയർ ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ് ഓഫ് ദി കമ്പനി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബൈ ബാക്ക് ഉണ്ടല്ലോ, നമ്മൾ ബൈ ബാക്ക് ചെയ്യുന്ന ഷെയർ എന്തിൻ്റെ മുകളിൽ പോകാൻ പാടില്ല, പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് ഇൻറ്റു 25% ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടില്ലേ, അതിൻ്റെ മുകളിൽ ഒരിക്കലും നമ്മൾ ബൈ ബാക്ക് ചെയ്യരുത്. അതൊരു കണ്ടീഷനാണ്. ആഫ്റ്റർ ദി ബൈബാക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഷുഡ് നോട്ട് എക്സീഡ് 2:1. ബൈബാക്കിന് ശേഷം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2:1 മുകളിൽ പോകരുത്. ഡെപ്റ്റ് 2 ഉണ്ടെങ്കിൽ ഇക്വിറ്റി എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതൊക്കെ പിന്നെന്താ, ബൈബാക്ക് ഫുള്ളി പേഡപ്പ് ആയിരിക്കണം. ഫ്രം ദി 12 months ഓഫ് ഡേറ്റ് ഓഫ് പാസിംഗ് ദ റെസൊല്യൂഷൻ ബൈബാക്ക് ഷുഡ് ബി കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലായിക്കൂടെ? ഓക്കെ, ഈ പോയിൻറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പോവാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വട്ടം ചോദിച്ച ക്വസ്റ്റ്യനാണ് മോട്ടീവ്സ്. ടെസ്റ്റിനാകെ ഇത്ര പോയിൻറ്റ്സേ പറയുള്ളൂ. ഇത്ര പോയിൻറ്റ്സ് എനിക്ക് തോന്നുന്നു 10 മാർക്കിന് എന്തോ ചോദിച്ചു, 20 മാർക്കിനല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റിട്ടേൺ ദി സർപ്ലസ് ക്യാഷ് ടു ദി ഷെയർ ഹോൾഡേഴ്സിന് സർപ്ലസ് ക്യാഷ് റിട്ടേൺ ചെയ്യുകയാണ്. എൻഹാൻസ് ദ ഏണിംഗ് പെർ ഷെയർ എന്ത് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യുന്നു. കൺവേ ദ വ്യൂ ഓഫ് മാനേജ്മെൻറ്റ് ടു ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ റൈസ് ദ പ്രൊമോട്ടേഴ്സ് വോട്ടിംഗ് പവർ വിത്തൗട്ട് സ്പെൻഡിങ് എനി എമൗണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂവ് ടുവേർഡ്സ് എ ഡിസർവ്. ഇത് പഠിച്ചിട്ട് പോയി അതേപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു 10 മാർക്ക്. ഈ അറ്റംപ്റ്റ് ചോദിക്കുമെന്ന് അറിയില്ല, പഠിച്ചിരിക്കാം. അതുപോലെ ഒരു അറ്റംപ്റ്റ് ചോദിച്ചതാണ് സെബി ഗൈഡ് ലൈൻസ് ഹാസ് 1998 എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം ചോദിച്ചു. ഇവിടെ നോക്കേണ്ട കാര്യം, ബൈ ബാക്ക് ഓഫ് ദ ഷെയർ കനോട്ട് ബി ഡൺ ത്രൂ നെഗോഷിയേറ്റ് ഡീൽ. അതായത് എന്താ, ബാർഗെയിൻ അങ്ങനത്തെ മീനിങ് അല്ലേ നെഗോഷിയേറ്റ് വരുന്നത് അല്ലേ. നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈ ബാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് ബൈ ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ നോക്കേണ്ട കാര്യം, ദെയർഫോർ ദി കമ്പനി ഈസ് റിക്വയർഡ് ടു മേക്ക് പബ്ലിഷ് അനൗൺസ്മെൻറ്റ് ചെയ്യണം നമ്മളിത് ബൈ ബാക്ക് ചെയ്യുമ്പോൾ. അതായത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഹിന്ദി ന്യൂസ് പേപ്പർ, അങ്ങനെയുള്ള ഈ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ലൊക്കേഷനൊക്കെ കൊടുത്തിട്ട് നാഷണൽ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അനൗൺസ്മെൻറ്റ് നടത്തണം. ബൈബാക്ക് ഷുഡ് ബി പെർമിസിബിൾ. ബൈബാക്ക് പെർമിസ് ചെയ്യുന്നത് എന്താ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊപ്പോർഷനേറ്റ് ബേസിൽ ബൈബാക്ക് ചെയ്യാം. അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്നായിരിക്കണം, ഓൾഡ് ലോട്ട് ഓഫ് ഹോൾഡറിൽ നിന്നായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നോക്കാം. ഇനി ബൈബാക്ക് ഓഫറില്ലേ, ബൈബാക്ക് ഓഫർ കൊടുക്കും നമ്മൾ. അതായത് കമ്പനി എന്ത് പറയും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആ ഓഫർ എന്താ, മിനിമം 15 മാക്സിമം 30 ദിവസത്തിനുള്ളിൽ ആ ഓഫർ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു കണ്ടീഷനല്ല ഗൈഡ് ലൈൻസ് ഉണ്ട്. മാക്സിമം പ്രൈസ് ഓഫ് ദി ബൈബാക്ക് ഷുഡ് ബി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്, ബൈബാക്കിൻ്റെ മാക്സിമം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്, അല്ലാണ്ട് കമ്പനിയല്ല. ഓക്കെ, ഇത്ര മനസ്സിലാക്കി നോക്കില്ല, അപ്പോൾ ഏകദേശം മനസ്സിലായില്ലട ഈ കാര്യങ്ങൾ. ഓക്കെ, ഇനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിളായിട്ട് പറയാം, മൊത്തം വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചാൽ മതി, ടൈം കളയാനില്ല നമ്മുടെ അടുത്ത്.
സോ കൺസാലിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻ ടുഡേയ്സ് ബിസിനസ് എൻവയോൺമെൻറ്റ് കമ്പനി ഓഫ് നോക്കി അത് നോക്കണം. വെൻ എ പാരൻറ്റ് കമ്പനി കൺട്രോൾ വൺ ഓർ മോർ സബ്സിഡറി കമ്പനി. ഒരു മെയിൻ കമ്പനി ഉണ്ട്. ആ മെയിൻ കമ്പനിക്ക് പല രീതിയിലുള്ള സബ്സിഡറി കമ്പനി ഉണ്ട്. ഈ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറഞ്ഞായിരുന്നു. അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സബ്സിഡറി കമ്പനി മെയിൻ കമ്പനി എന്ന് പറഞ്ഞാൽ പാരൻറ്റ് കമ്പനി. സബ്സിഡറി കമ്പനി എന്ന് പറയുമ്പോൾ ഈ പാരൻറ്റ് കമ്പനീന് വേറെ കമ്പനികളിൽ എന്തുണ്ടാവും, ഷെയർ ഉണ്ടാവും. അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ഐ തിങ്ക് 40% തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മെയിൻ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ് എന്ന് പറയാം. പാരൻറ്റ് കമ്പനിക്ക് ഇതാ ഞങ്ങളുടെ സബ്സിഡറി കമ്പനിയാണെന്ന് പറയാം. അപ്പോൾ ഈ പാരൻറ്റ് കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ സബ്സിഡറി കമ്പനികൾ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് വേണം, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഒന്നുമില്ല, പാരൻറ്റ് കമ്പനിയിലും സബ്സിഡറി കമ്പനി ഇങ്ങനെ ഒന്നിൽ കൂടുതലില്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, എല്ലാം കൂടി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്കുന്നതിനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൻ ചെയ്യുകയാണ്. ഇത്ര പാരൻറ്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ഒന്നാക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതെന്തിനു വേണ്ടിയാണ്? പ്രൊവൈഡ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധമായിട്ടൊരു വ്യൂ ഇല്ലടാ, അതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് പിന്നെ ട്രൂ ആൻഡ് ഫെയർ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ലെൻഡേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ കൺസെപ്റ്റ് ഇത് ടെസ്റ്റിലൊന്ന് വായിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, ജസ്റ്റ് പറഞ്ഞ ടെസ്റ്റിലൊന്ന് വായിക്കാൻ പോവാം. ഇനിയാണ് അടുത്തത് നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ. എന്തിനാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത്? ഗുഡ് വിൽ അറൈസ് വെൻ എ കമ്പനി അക്യൂർ അനദർ ബിസിനസ്. ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളുണ്ടല്ലോ ഒരു കമ്പനി അനദർ ബിസിനസ് അക്യൂർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു കമ്പനി വേറൊരു ബിസിനസ് അക്യൂർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ആ കമ്പനിയുടെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കണം. അത് എന്താണ്? കോസ്റ്റ് ഓഫ് പർച്ചേസിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. അതെന്താ? ഇൻടാഞ്ചിബിൾ അസറ്റാണ്. മാർക്കറ്റ് ടാഞ്ചിബിൾ അസറ്റാണെങ്കിൽ ഒരു മാർക്കറ്റ് വാല്യൂവിൽ നമുക്ക് പറയാം. പക്ഷേ ഇൻടാഞ്ചിബിൾ അസറ്റ് അങ്ങനെയല്ല, നമ്മൾ വാല്യൂഷൻ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് വാല്യൂഷൻ വരുന്നതെന്ന് നോക്കണ്ടേ. ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തമ്മിൽ വ്യത്യാസം വരുന്നു. അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ അഡ്മിഷൻ വരികയാണ്. ഇനി റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ, ഒരു പാർട്ട്ണർ റിട്ടയർമെൻ്റ് ആയി പോയി. അപ്പോൾ നോക്കണം ഒരു പാർട്ട്ണർ എന്തായി, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ നോക്കണം. ഇനി ഡിസൊല്യൂഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്, സെയിൽ ഓഫ് ബിസിനസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇതെന്താ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ് നിർത്തിപ്പോയി. അപ്പോൾ വേറെന്താ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഗുഡ് വിൽ ഇതാക്കണം. ഇനി മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. എന്തൊക്കെ മെത്തേഡ്സാണ് ഗുഡ് വിൽ വാല്യൂ ചെയ്യാനുള്ളത്? ഒന്ന്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ആനുവിറ്റി മെത്തേഡ്. ഇതൊക്കെ എന്താ നമുക്ക് ചെയ്യാനുണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാനില്ല. പേരൊന്ന് പഠിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ച് എഴുതാൻ പറ്റണം. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ദ ഗുഡ് വിൽ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്നത്? ലൊക്കേഷൻ ഓഫ് ദ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഫേം ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു സിറ്റിയുടെ സെൻട്രലൈസ്ഡ് പ്ലേസിലാണ്. അവിടെ എന്താ മോർ ട്രാഫിക് ഉണ്ട്, നല്ല രീതിക്ക് സെയിൽ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗുഡ് വിൽ എന്താവും, ഇൻക്രീസ് ആവും. അതേസമയം അതുപോലെ തന്നെ ഒരു പ്രൊമിനൻറ്റ് പ്ലേസിലാണെങ്കിൽ എന്താ, അവിടെ കുറേ മോർ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും, നിങ്ങളുടെ എന്താകും, ഗുഡ് വിൽ ഇൻക്രീസ് ആകും. അതേസമയം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ ഏതെങ്കിലും ഒരു കാട്ടുമുക്കിലാണെങ്കിൽ നിങ്ങളുടെ ഗുഡ് വില്ലൊക്കെ ആരെങ്കിലും തിരിച്ചറിയോ? ഇല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, നിങ്ങളൊരു ബ്രാൻഡ് തുടങ്ങുകയാണ്, അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എറണാകുളത്ത് എടപ്പള്ളി അങ്ങനെ കലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള മെയിൻ സ്പോട്ടുകളിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ എല്ലാവരും അത് ശ്രദ്ധിക്കും, അതൊരു ബ്രാൻഡായി മാറാം, അത് ഒരു ഗുഡ് വിൽ, ഒരു സൽപ്പേരുണ്ടാക്കിയെടുക്കും. അതേസമയം വല്ല ലോക്കൽ ഏരിയാസിലാണെങ്കിൽ അവിടെ ഉള്ള കുറച്ച് നാട്ടുകാരെ അറിയും, അങ്ങനെയൊക്കെ അറിയുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ്. ഇനി മാനേജ്മെൻറ്റ്, അവിടുത്തെ മാനേജ്മെൻറ്റ് ഗുഡ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ എന്താ, അവിടുത്തെ പ്രോഫിറ്റ് കൂടും, അതുപോലെ തന്നെ ഗുഡ് വില്ലും കൂടും. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റ് ആണ് ഗുഡ് വിൽ. ഇനി ബിസിനസ് ലോങ്ങവിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്
അതായത് ബിസിനസ് കുറേ നാൾ റണ്ണ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതൊരു ഓൾഡർ ബിസിനസ്സാണ്, ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്ര നാൾ ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ്സാണെന്ന് കേട്ടിട്ടില്ല, അവർക്ക് അത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിൽ, അവർ ടോപ്പാണെന്നൊക്കെ പറയില്ല. ഇത് തന്നെയാണ് ഈ ബിസിനസ് ലോങ്ങവിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്, ഡെയിലി യൂസ് പ്രൊഡക്റ്റുകളാണെങ്കിൽ എന്താ നമ്മുടെ ഗുഡ് വില്ല് ഇൻക്രീസ് ആകും. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ മിൽമ പാൽ, കേരളം കണി കണ്ട് ഉണരുന്ന നന്മ അല്ലേ. അപ്പോൾ മിൽമ പാൽ ഒരു മൊണോപോളി തന്നെയാണ് കേരളത്തിൽ കിടന്ന് കളിക്കണത് അല്ലേ. മിൽമ പാലില്ലാണ്ട് ചിലവർക്ക് പാൽ വരെയും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വേറൊരു പാൽ ട്രൈ ചെയ്യുക പോലും ചെയ്യാറില്ലാത്ത വ്യക്തികളുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് എന്താ, അതൊരു ഡെയിലി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്ത് രാവിലെ തന്നെ പോയി വാങ്ങുന്ന, അല്ലെങ്കിൽ രാത്രി അതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന, ഡെയിലി വാങ്ങുന്ന ഒരു ഐറ്റമാണ് മിൽമ. ഡെയിലി നമ്മൾ മിനിമം ഒരു 28 രൂപയെങ്കിലും അതിനു വേണ്ടി നമ്മൾ മുടക്കുന്നുണ്ട് ഒരു പാക്കറ്റിന് വേണ്ടി. അപ്പോൾ അത് മറന്നൊരു കളിയില്ല. അതിനാണ് നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇനി റിസ്ക്, ഇഫ് ദ റിസ്ക് ഇൻവോൾവഡ് ഇൻ ദ ബിസിനസ് ഈസ് മോർ ദാൻ, റിസ്ക് വളരെയധികം കൂടുതലാണെങ്കിൽ എന്താവും, ഗുഡ് വില്ല് കുറയും. എന്നാൽ റിസ്ക് കുറവാണെങ്കിൽ എന്താ, ഗുഡ് വില്ല് കൂടും. ഓക്കെ, അതാണ് സിമ്പിളായിട്ട് പറയുന്നത്. ഇനി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, ഇഫ് നിയർ ഫ്യൂച്ചറിൽ എന്താണ്, കോമ്പറ്റീഷൻ കൂടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഗുഡ് വില്ല് ഡിക്രീസ് ആകും. പ്രോഫിറ്റ് ട്രെൻഡ്, പാസ്റ്റ് ഇയേഴ്സായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ട്രെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് മൂലം എന്താ, നമ്മുടെ ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യും, ഗുഡ് വില്ല് റിഡ്യൂസ് ആകും. ഇനി നമ്മുടെ കമ്പനിയിൽ എന്താ ഒരു ലൈസൻസ് ഉണ്ട്, ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ട്, അല്ലെങ്കിൽ പല തരത്തിലുള്ള ലൈസൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ് വില്ല് ഇൻക്രീസ് ആകും. പക്ഷേ നമുക്ക് കമ്പനിക്ക് എന്താ ലൈസൻസും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ ഗുഡ് വില്ല് കുറവായിരിക്കും. പിന്നെ റിക്വയർമെൻറ്റ് ഓഫ് capital requirement of the business also affect the goodwill. If two firms earn same rate of return, then the business will lesser capital will enjoy more. അതായത് ക്യാപിറ്റൽ കുറവാണ്, പക്ഷേ എന്താണ്, റേറ്റ് ഓഫ് റിട്ടേൺ വളരെയധികം കൂടുതലാണെങ്കിൽ എന്താ, ഗുഡ്വിൽ ഇൻക്രീസ് ആകും. ഓക്കെ അപ്പോൾ നമ്മുടെ സെക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ 3 പാർട്ടുകളായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ 3 പാർട്ടും കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യനെങ്കിലും മനസ്സിലാവും. പിന്നെ ഒരു വീഡിയോയും കൂടി ഉണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, അതും കൂടി നോക്കാം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. തേർഡ് ഇയറിലെ ക്ലാസ്സുകൾ ഞാൻ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫ്രീ ക്ലാസ്സുകളും പെയ്ഡ് ക്ലാസ്സുകളും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ എന്താ, നമ്മുടെ ചാനലൊന്ന് പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. പിന്നെ നമ്മൾ കറൻ്റ്ലി FM-ൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തേർഡ് ഇയറിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം കഴിയുമ്പോൾ തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് കോൺസെപ്റ്റ്. ഓക്കെ, FM കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും നമുക്ക് കൊടുക്കുന്നുണ്ട്. പുതിയ സ്റ്റുഡൻസിന് വേണ്ടിയാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യം പറയുന്നത്. 300 റുപ്പീസാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. നമ്പർ ഇവിടെ കൊടുത്താണ്ട് ഇതിൽ മെസ്സേജ് ഇടാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.